ഫസ്റ്റ് മലയാള സിനിമയുടെ തേപ്പുകാരി. എനിക്കിവിടെ ആരും ഒന്നും ദാനം തന്നിട്ടില്ല. ആ പേരും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരും വേണ്ട. ആ ഭാഗമൊന്നും പറയാനേ പാടില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയാനേ പാടില്ല. ആ തട്ടാൻ എന്ന് പറഞ്ഞാൽ അയാളും പെരുങ്കള്ളനാണ് വേറൊരർത്ഥത്തില്. എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത സിനിമ ആണ് പഞ്ചവടിപ്പാലം. ഞാൻ കണ്ടതിൽ ഇതിനേക്കാൾ വലിയൊരു സട്ടേറിനി വരാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം വലിയ പാടായിരിക്കും. ഹലോ, എല്ലാ കുറ്റിയും പറിച്ചോണ്ട് ഓരോരുത്തരെ വരും. ലോകത്തെ ഏറ്റവും സുന്ദരിയും സൽഗുണ സമ്പന്നയും സർവോപരി പെരുങ്കള്ളിയുമായ എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോഴും കോമഡി ചെയ്യാൻ തന്നെയാണോ? അത് തന്നെയാണ് ഇഷ്ടം കൂടുതലും. പക്ഷേ കോമഡി എന്നുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു പരസ്പര ബന്ധമില്ലാതെ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ കോമഡിയായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം നിർത്തും. എന്തെങ്കിലും ചെയ്യുന്നതിനാണോ കോമഡി എന്ന് പറയുന്നതിന്? അത് കോമഡി ആവത്തില്ല. ഇത് പറയാനാണ് വന്നത്. എനിക്ക് ആർജോടെ പ്രിയാമണി അല്ല, നിന്റെ പേര് വിജയലക്ഷ്മി. ഉത്സവമേളം ശ്രദ്ധിക്കപ്പെട്ടു. പിടക്കോഴിയും സ്ക്രിപ്റ്റ് വൈസ് നല്ല പടമായിരുന്നു. കുറച്ച് പേർക്ക് മാത്രം കാണാവുന്നതോ അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അയ്യോ, we thought we will disturb you. I'm fine. ഇതൊരു IVCC പടത്തിന്റെ ടോൺ വരും. അങ്ങനെ ആവാനുള്ള ഒരു സിനിമ ഇല്ല ഇത്. ചേച്ചിയുടെ ഡേറ്റ് ഒക്കെ സമയത്തിന് കിട്ടിയോ പുള്ളിക്ക്? ഇല്ല എങ്ങനെ പോലും ഇവിടെ പിടിച്ച് നിൽക്കണം. അപ്പം ബോൾഡാണോ ഇല്ലയോ എന്നുള്ളതല്ല, ബോൾഡാണോ എന്ന് കാണിക്കെങ്കിലും വേണം. The flavor of India packed with love. Firas Spices. ഉർവശി ചേച്ചിയാണ് നമുക്കപ്പോൾ. ഹായ് ചേച്ചി, നമസ്കാരം. ഈ ചേച്ചിയെ കാണുമ്പോഴത്തേക്ക് കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്ന് നിറയും. യോദ്ധയിലെ കഥാപാത്രം ദമയന്തി, അത് പ്രോമിനൻ്റ് ആയിട്ട് ആ പേര് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. വിഷ്ണു ലോകം എടുക്കുകയാണെങ്കിൽ കസ്തൂരി എന്ന് പറയുന്ന പേര് തന്നെ, ആ പാട്ട് തന്നെ ഉണ്ട്. സൂര്യഗായത്രിയിൽ അതേപോലെ രുക്കു, അവളായിരുന്നു എല്ലാം രുക്മിണി, എൻ്റെ രുക്മിണി എന്ന് പറയുന്ന ലാലേട്ടൻ്റെ വോയിസിൽ തന്നെ ആ കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മിഥുനത്തിലെ സുലോചന എന്ന് പറയുന്നത് എവർഗ്രീൻ കഥാപാത്രമാണ്. പലതരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചേച്ചി തന്നെ ആ കഥാപാത്രത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. ഈ അടുത്ത് പക്ഷേ ജെ ബേബി കാണുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ അമ്മ ഇത് വേറെ ലെവൽ. ജെ ബേബിയിലെ പ്രകടനം കണ്ടിട്ടുണ്ട് ചേച്ചി. ഞാൻ ചേച്ചി നമിച്ചു. അതിൽ ആ റോഡിലൂടെ പോകുന്നൊരു സീനുണ്ട്, അസാധ്യം. ചേച്ചി എങ്ങനെയായിരുന്നു ആ ലെങ്തി ഷോട്ടിൽ അത്രയും ബിഹേവ് ചെയ്തത്? മറ്റേ ദേഷ്യം പിടിച്ചിട്ട് ഒരു പോക്കുണ്ട് ആ റോഡിലൂടെ. എല്ലാം ഒറിജിനൽ ലൊക്കേഷനാണ്. ആ പടത്തിൽ അവരെന്തൊക്കെ ചെയ്തോ, എവിടെ വെച്ച് ചെയ്തോ, അതൊക്കെ തന്നെ ഒരു ഡയലോഗ് പോലും മാറ്റാതെ ചെയ്യണം എന്നുള്ളായിരുന്നു അവിടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഊഹിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അവർക്കെന്തോ ഈ ബേബിയമ്മയുടെ ആത്മാവെങ്ങാനും കയറി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? കാരണം അവരെ അങ്ങനെയൊക്കെയാണ് കുറേ സംസാരിച്ചിരിക്കുന്നത്. ക്യാമറ പെട്ടെന്ന് കാൻഡിഡായിട്ട് ഇറക്കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് എടുക്കുന്നത്. മദ്രാസിൽ ഏറ്റവും ക്രൗഡുള്ള സ്ഥലമാണ് അവിടെ, അണ്ണാനഗർ. അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. പക്ഷെ ഇതെല്ലാം സിങ്കായി വരണം. അപ്പം അവർ ഞാൻ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന ഞാനാണ് അതെന്ന് തിരിച്ചറിയാൻ ആൾക്കാർ കുറേ സമയമെടുത്തു. എന്നമോർ പൊമ്പളെ ഓടിക്കിട്ടേ ഇറക്കുന്നത് ഇപ്പിടാ എന്താ പൊമ്പളെ. ബാക്കിൽ നിന്ന് 2 പേര് ഓടുന്നു. ആരാ ഓടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങി എടുക്കുന്നു, കല്ലെടുത്ത് എറിയാൻ പോകുന്നു. പിന്നെ കൊണ്ടുവരുന്ന ഈ പെണ്ണ് കൊണ്ടുവരുന്ന ചോറും പാത്രങ്ങളും ഒക്കെ താഴെ വീഴുന്നു. യഥാർത്ഥത്തിൽ എന്തോ ഒരു സംഭവമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ കൂടെ അഭിനയിച്ച മകളായിട്ട് അഭിനയിച്ച മെലഡി ഒന്നും ആർക്കും പെട്ടെന്ന് ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയുന്ന പെൺകുട്ടിയല്ല. അവർ ആൾക്കൂട്ടത്തിൽ തന്നെ മെർജായി പോകുന്നൊരു, അപ്പം അങ്ങനത്തെ നല്ല ആർട്ടിസ്റ്റ് ഇട്ടേക്കുന്നത്. ദിനേശിനെ മാത്രം ഒരു സംശയമുണ്ട്, അത് അട്ടഹാസം ദിനേശാണെന്ന് അറിയാം കുറച്ച്. അപ്പം ദിനേശ് ഓടി വന്നപ്പോഴാണ് ഇയാൾ ഇവരെ വല്ല ഹെൽപ്പ് ചെയ്യാൻ വന്നതാണോ, കാരണം ക്യാമറ ഇവർ കാണുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ്, ചെറിയ കടക്കകത്തായിരുന്നു ക്യാമറ, സ്റ്റഡി ക്യാമിൻ്റെ പുറകെ വരുമ്പോഴാണ് അറിയുന്നത് ഷൂട്ടിംഗ് ആണ് എന്നുള്ളത്. പക്ഷേ ഏകദേശം അത് നമ്മുടെ ഫീൽഡിൽ ഒറിജിനൽ പോലെ തന്നെയാണ് തോന്നിയത്. അവിടെ നിന്ന് ഓടിയ ഓട്ടമാണ്. ഇവർ ശരിക്കും ഏതോ ട്രെയിനിൽ കയറി കിടന്നു. ഇത് എത്തിയതങ്ങ് കൽക്കട്ടയിലാണ്.
ചേച്ചിയുടെ ആ മാനറിസംസ് ഒരു തരത്തിലും ഒക്കോടാവാതെ ആ ലെങ്തി ഷോട്ട് അവർ അതേപോലെ ഉപയോഗിച്ചു. അസാധ്യ മേക്കിങ്ങുമാണത്. ചേച്ചി അത് അത്രയും ബിഹേവ് ചെയ്യുമ്പോഴേ നമുക്ക് എവിടെയെങ്കിലും ഒരു കട്ട് കിട്ടിയ ഒരു ആശ്വാസമുണ്ട്, നമുക്കൊക്കെ ആശ്വാസം ഉണ്ടെന്ന് തോന്നും. പക്ഷെ അവരങ്ങനെ ചെയ്തേ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ടർ ഏറ്റവും വലിയ ഒരു മനസ്സിൻ്റെ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്നെ ഒരുപാട് വിളിച്ചു. 2 വർഷം വിളിച്ചിട്ടാണ് ഞാൻ ആ പടം ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ 50 പോലും ക്രോസ് ചെയ്തിട്ടില്ല. നിങ്ങൾ 65 വയസ്സുള്ള റോളിന് വിളിക്കുമ്പം എനിക്ക് അതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രായമുള്ള പോലെയൊക്കെ ബിഹേവ് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ സ്പീഡിൻ്റെ ആളാണ്, എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഒട്ടും ആത്മവിശ്വാസമില്ല. ഞാൻ പറഞ്ഞു എനിക്കൊട്ടും ആത്മവിശ്വാസമില്ല. അതുകൊണ്ടാണ് അയ്യോ മാഡം നിങ്ങൾ ഉദ്ദേശിക്കുന്ന റോളല്ല, അങ്ങനത്തെ അല്ല, ഡള്ളല്ല ആ സ്ത്രീ, ഒരു ആക്റ്റീവായിട്ടിരുന്നാണ് ജീവിതത്തിൽ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഭ്രാന്താണെന്ന് തോന്നുന്ന ഭ്രാന്തല്ല, പക്ഷെ മാനസിക നില ഇങ്ങനെ തകരാറിലാവുകയാണെന്ന് തോന്നണം. ആ ഒരു വ്യത്യാസം നമുക്ക് ഫലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒരിക്കലും കാണുന്നവർക്ക് അയ്യോ ഈ മക്കളെ സ്നേഹിച്ചിരുന്നെങ്കിൽ നന്നാവുമായിരിക്കും ഇവർ എന്ന് മാത്രമേ തോന്നാവൂ. അല്ലെങ്കിൽ അയ്യോ സ്ത്രീ ഈ മക്കളെ മുഴുവൻ പാടുപെടുത്തുന്നു എന്ന് തോന്നാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇങ്ങനെ അങ്ങനെ ഒരു സ്ത്രീ ആ കറക്റ്റ് ആ സ്ഥലത്ത് ജീവിച്ചിരുന്നു, അവരുടെ റൂമിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, മക്കൾ താമസിച്ചിരുന്ന വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, എല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പം നമുക്കറിയത്തില്ല. താങ്ക് യു. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി ഉണ്ടായിരുന്നു മനസ്സിൽ. ആ വലയ്ക്കകത്ത് പിടിച്ചിടുന്ന ഒരു സീനുണ്ട്, അതിൽ ചേച്ചി കാണിക്കുന്ന ചില ആക്ഷൻസ് ഉണ്ട്. എന്നാൽ ആനിമൽസിനെ പിടിക്കും പോലെയാണ് അവർ അത് ചെയ്യുന്നത്. അപ്പം ചേച്ചിയുടെ ആക്ഷൻസും ഒരു ആനിമൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ട്, പക്ഷെ എന്നാൽ അത് ഒരു പൊടിക്ക് അപ്പുറത്തേക്ക് പോകാനും പാടില്ല. അവിടെ എങ്ങനെ ചേച്ചി എന്ത് ലിമിറ്റേഷനാണ് ചേച്ചി മനസ്സിൽ വെച്ചത് ആ സമയത്ത്? ഇല്ല, ഇവർ ഡ്യൂപ്പ് വെച്ചൊരെണ്ണം എടുത്തു ആദ്യം. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു മേളിയും താഴെ കൊണ്ടുവരാനൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അതിൽ റിസ്ക് ഉണ്ട്, എങ്ങാനും പാളി പോവുകയാണെന്നുണ്ടെങ്കിൽ. നല്ല പൊക്കമുണ്ട്, ആ അഴടഞ്ഞ ബിൽഡിങ്ങാണ് അത്. അത് എനിക്കൊന്നും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പൂട്ടിയിട്ടിരിക്കുന്നൊരു ഫാക്ടറി ആയിരുന്നു. അതിനകത്ത് ഫാക്ടറിയുടെ അകത്ത് മുഴുവൻ വാ വാ ഇത് പറയാനാണ് വന്നത്. എനിക്ക് അറിഞ്ഞൂടാ, നീ പ്രിയാമണിയല്ല, നിന്റെ പേര് വിജയലക്ഷ്മി. കുറെ നാളുണ്ട്. ഇവിടെ എന്താ ഇവിടെ വന്നേ? ഫിലിംഫെയറിന് വന്ന. നമ്മളിപ്പോൾ അവിടെ കണ്ടല്ലേ? ഇപ്പോൾ ഏതോ ഒരു അവാർഡ് ഫംഗ്ഷന് ഞാൻ എന്നെ ചെന്നൈയിൽ മറ്റേ ഹോട്ട്സ്റ്റാർ ഇവന്റിന്റെ ഇതിൽ കണ്ടു. ഹോട്ട്സ്റ്റാർ കുറെ ഷോസ് അവർ അനൗൺസ് ചെയ്തില്ലേ ചെന്നൈയിൽ. ഏഷ്യാനെറ്റും ഇല്ല ITC ചോലാല് ഈ ഇടയ്ക്ക് ഇപ്പോൾ നവംബർ ആണെന്ന് തോന്നുന്നു. ആണല്ലേ? അവിടെ കണ്ടു. എന്തോ ഏതൊക്കെയോ ചടങ്ങുകൾക്ക് പോകുന്നുണ്ട്, ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ചേച്ചി ആ വലയ്ക്കുള്ളിലെ കാര്യം പറയായിരുന്നു. അല്ല, എന്താ അറിയോ, ഇവരുടെ ഇവർ ഭയന്ന് പിന്നെ ജീവിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ മക്കളെ പിടിച്ച് ഭ്രാന്താശുപത്രി കൊണ്ടിടുവോ. ഇവർക്ക് ഇവരുടെ കുഞ്ഞുങ്ങളുടെ കൂടെ മക്കളുടെയും കൂടെ കഴിയണം. ഇവരാണ് ഈ ചേട്ടത്തി അനിത്യായിരുന്നു. അപ്പോൾ ഈ ഡയറക്ടർ ചേട്ടത്തിയുടെ മൂത്ത മോനാണ്. അപ്പം അയാൾക്കാണ് കൂടുതൽ ഓർമ്മകൾ. ചേച്ചിയുടെ അനിയത്തിയുടെ രണ്ടുപേരുടെയും ഭർത്താവ് ഇങ്ങനെ അടുപ്പിച്ച് മരിക്കുകയായിരുന്നു. പിന്നെ നിവർത്തിയില്ല. അപ്പം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ 3 മക്കൾ താമസിക്കുന്ന 3 വീട്, അതിനകത്തൊരു വീട്, ഇതെല്ലാവരെയും നോക്കുന്നതും ചിലവും ഒക്കെ നോക്കുന്നവരും ഇവരാണ്. ആൺപിള്ളേരൊക്കെ അത്യാവശ്യം ജോലിക്ക് പോയിട്ട് വന്ന് ഇവരുടെ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ അനിയത്തി എന്ന് പറഞ്ഞവരകത്ത് കഞ്ഞിയും കറിയും വെച്ച് അവരവിടെ ഇരിക്കും. ഭരണമൊക്കെ ഇവരാണ്. എല്ലാത്തിനെയും ഒരു മുറിയിൽ ഇങ്ങനെ മത്തി അടിക്കിയതുപോലെ കടത്തി അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നവരിപ്പോൾ സ്റ്റേജായപ്പോൾ അവനവൻ്റെ രീതിയിൽ വഴക്കും വക്കാണവും പരസ്പരം കാണുമ്പോൾ കടിച്ചു കീറുന്ന പോലെ സംസാരിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങത്തില്ല ഇനി എന്ന് തോന്നിയപ്പോഴുണ്ടായ ഒരു മാനസികാവസ്ഥയാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തിനാണ് എൻ്റെ ആവശ്യം അവർക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ എനിക്ക് എന്താ പണി? ഇനി എന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഭ്രാന്താശുപത്രി ആക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രശ്നം. അപ്പം അതിങ്ങനെ പറഞ്ഞു.
അപ്പോൾ നമുക്ക് ബയോപിക് ആയിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പലതും. ഇപ്പം 1921 ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ അമ്മ അവിടെ ഉണ്ട്. പോയി കണ്ടു ഞാൻ അവരെ. അത് സുന്ദരിയായിട്ടുള്ളൊരമ്മ. അവർക്ക് എനിക്കൊന്ന് 10-70 വയസ്സ് പ്രായമായിട്ടുണ്ടാവും അവർക്ക്. അപ്പം എൻ്റെ ക്യാരക്ടർ അമ്മ. മാന്തുന്ന പോലെ ഒരു സാധനമാണ് അവിടെ കാണിക്കുന്നതെന്ന് തോന്നും. പക്ഷേ അവിടെ എന്താണ് ചേച്ചി ശരിക്കും ഉള്ളിലപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിനകത്തെന്ന് പറഞ്ഞാൽ മുകളിൽ ഈ പോലീസുകാരോട് പെരുമാറിയതിനെ വലയിട്ട് വരെ പിടിക്കാൻ കാര്യം ഇത്ര ആണുങ്ങൾ പോലീസുകാർ നമ്മുടെ ഇവിടുത്തെ പോലല്ല. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ റഫായിട്ട് ഹാൻഡിൽ ചെയ്ത് പിടിക്കും. അവരെ കൊണ്ട് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഓടുക. ഈ പിന്നെ ടെറസിൻ്റെ ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ടെറസിലേക്ക് ഓടുക. അവിടുന്ന് വരുമ്പോൾ ഉള്ള പല്ല് പെറുക്കി എറിയുക. ഇങ്ങനെയുള്ള അറ്റാക്കുകൾ സഹിക്കാൻ പറ്റാത്ത ഈ സ്ത്രീ ഒരു അന്മലിനെ പോലെ ഇവർ പെരുമാറിയത് കൊണ്ടാണ് അറ്റ കൈക്ക് ലാസ്റ്റ് വരെ പ്രയോഗിക്കുന്നത്, വല കെട്ടിയിറക്കാം എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇവരിനി ഇമോഷണലായിട്ട് ഇവിടെ നിന്നെങ്ങാനും എടുത്ത് ചാടുകയോ മറ്റോ ചെയ്താൽ അവരുടെ ജീവന് ഉത്തരവാദിത്വമില്ല. കാരണം മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് അവർ വന്നേക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ അവർക്കുണ്ട്. അവർ റഫാവുകയാണ്. പിടിച്ച് കെട്ടി താഴെ കൊണ്ടുവരുന്നവർ റഫായേ പറ്റൂ. ഇവരുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെറുതെ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ജീവിച്ചൊരു സ്ത്രീയല്ല. അവർ ഞാൻ ഇന്ദിരാഗാന്ധിയുടെ ഫ്രണ്ടാണ്, സ്റ്റാലിൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ത്രീയാണ്. എവിടെ നിന്നിങ്ങനെ പൊരുതി നിൽക്കണം. മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കുമ്പോൾ സ്ത്രീ കുറേ ഇങ്ങനെ ബോൾഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ അതിൻ്റെ മാക്സിമം വെളിപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകയില്ല. അത് എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ അടങ്ങത്തില്ല എന്നുള്ള ആ ഒരു വിഗ്രസായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ. മനസ്സിലായി. ജഗദമ്മയിലേക്ക് വരുമ്പോൾ എൽ ജഗദമ്മ സ്റ്റാൻഡേർഡ് 7B ആണ്. ഹസ്ബൻഡിന്റെ സിനിമയാണ്, നിങ്ങളുടെ പ്രൊഡക്ഷനാണ്. എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? ഇനി ലൈറ്റ് ഒരു റോസ് മൈൽ പോരട്ടെ. വാ ഒരിടത്ത് വൈക്കി ഇനി മെല്ലെ ഒന്ന് ചിരിച്ച് ഒന്ന് ചെറുതായിട്ടൊന്നാണ് ഇറക്കിയ ആൾക്കാരുടെ ഒരു റിയാക്ഷൻ ഇടയ്ക്കൊന്ന് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണം അത് ഇറക്കണ്ടാന്ന് തീരുമാനിക്കുകയും സമയം വരട്ടെ എന്നും പറഞ്ഞങ്ങനെ വയ്ക്കുകയും ചെയ്യുമായിരുന്നു. എൽ ജഗദമ്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കഥയുടെ എല്ലാത്തിൻ്റെയും ഒരു ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ശിവൻചേട്ടനാണ്. ആദ്യമായിട്ട് അവരുടെ നാട്ടിൻപുറത്ത് മലമ്പ്രദേശത്ത് കണ്ടിട്ടുള്ളതായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട്, അപ്പോൾ അത് അവരുടെ എല്ലാവരുടെയും ഒറിജിനൽ സംഗതി ഇതിനകത്തുണ്ട്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ വെച്ച് ചെയ്ത പടമല്ല. ജഗദമ്മ ഇതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വന്നൊന്നുമല്ല. കഥ മൂവി ചെയ്തപ്പോൾ ഇതിനകത്ത് പലതും എല്ലാവരും ഒരു സിനിമ പിന്നെ സ്വഭാവമുള്ളവരും അങ്ങനെ പോപ്പുലറായിട്ടുള്ളവരും മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു IVCC പടത്തിൻ്റെ ടോൺ വരും. അങ്ങനെ ആവാനുള്ളൊരു സിനിമയില്ല ഇത്. ഇതൊരു നാട്ടിൻപുറത്തൊരു കൊച്ചു പടമാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ വലുതാണെന്നേ ഉള്ളൂ. പക്ഷേ ഇലക്ഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള പടമാണ്. കാരണം ഓരോ ഇലക്ഷന് മുൻപും ഇവിടെ നടക്കുന്ന പലതരത്തിലുള്ള പിന്നെ പലക്കം പറയലുകളും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ഇപ്പോഴത്തെ സീനിൽ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ റിലീസ് ചെയ്യാൻ കറക്റ്റായിരിക്കും. കാരണം അതിനെക്കുറിച്ച് മനസ്സിലാവുന്ന ഏജുകാർക്കും ആൾക്കാർക്കും ആയിരിക്കും അത് കൂടുതൽ മനസ്സിലാകുന്നത്. ചിലപ്പോൾ അത് കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രാപ്യമാവുന്നൊരു സാധനമല്ല. പക്ഷേ നമ്മുടെ പാർട്ടി ജയിക്കണം, ഇത് ഇവിടുന്ന് അങ്ങോട്ട് ചാടണോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണോ, ഇങ്ങനെയുള്ള നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ കണ്ടപ്പം ഉള്ള അതേ ചില കാര്യങ്ങൾ അതുണ്ട്. പക്ഷേ ജഗദമ്മ പോലെയുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് പേരെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്, ഇനിയും കാണും. കാര്യം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ എങ്ങനെയും പിടിച്ച് നിൽക്കണം, ജീവിക്കണം. ചിലർ എന്ന് പറയുന്നത് വഴിതെറ്റിപ്പോവും, അല്ലെങ്കിൽ ചിലർ കിട്ടുന്ന ജീവിതം എന്തായാലും കുഴപ്പമില്ല, സേഫായിട്ട് അങ്ങ് ജീവിച്ച് പോയാൽ മതി, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ചില ആൾക്കാരെന്ന് പറയുന്നത് വേണ്ട ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്, ഇപ്പം ജീവൻ എടുക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോവും. പക്ഷെ ഇവരങ്ങനല്ല. ഇവരെവിടുന്ന് എങ്ങനെ പോലും ഇവിടെ പിടിച്ച് നിൽക്കണം. അപ്പോൾ അത് ഇങ്ങോട്ട് ആരെങ്കിലും അടുത്ത് വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു തോന്നുന്ന രീതിയിൽ പെരുമാറണം എപ്പോഴും. അപ്പം ബോൾഡാണോ ഇല്ലയോ എന്നുള്ളതല്ല, ബോൾഡാണെന്ന് കാണിക്കെങ്കിലും വേണം.
അതിവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത്തരം ജഗതന്മാരുടെ കുറേയൊക്കെ എൻ്റെ ഉള്ളിലും കാണും. ഒരുപാട് പേരുടെ സ്ത്രീകളുടെ ഉള്ളിൽ അതുണ്ട്. ആ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളൊരു സംഭവമൊന്നുമല്ല. മൊത്തത്തിൽ കണ്ടന്റ് ഒരു രസകരമാണ്. പിന്നെ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷനല്ല. കുറേ പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കഴിവുള്ള എല്ലാ കലാകാരന്മാരെയും ഉൾപ്പെടുത്തി ഒരു നാട്ടിൻപുറത്ത് സ്വരുക്കൂട്ടി ഇരിക്കുന്നൊരു സിനിമ. ചേച്ചിയുടെ ഡേറ്റ് ഒക്കെ സമയത്തിന് കിട്ടിയോ പുള്ളിക്ക്? ഇല്ല കിട്ടി. ടൈറ്റ് ഷെഡ്യൂളാണ്. ടൈറ്റ് ഷെഡ്യൂളായിട്ടായിരുന്നു. ആദ്യം 2 വട്ടം തീരുമാനിച്ചപ്പോഴും ഞാൻ ബിസി ആയിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത ഷെഡ്യൂൾ വന്നപ്പം അവർ ഓഡിഷനും കാര്യങ്ങളും എല്ലാം വെച്ച് എല്ലാവരെയും കൂടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും ഞാൻ ബിസി ആയിരുന്നു. എന്നിട്ട് തല്ലുണ്ടാക്കിയോ? തല്ലുണ്ടാക്കിയെന്ന് വെച്ചാൽ ചോദിച്ചു ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തിരുന്നു പറഞ്ഞാൽ പിന്നെ അതിനെ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ മാത്രം ചെയ്യാൻ ഒക്കൂ, അങ്ങനെ ചെയ്യാൻ ഒക്കില്ലല്ലോ, രണ്ടും നടക്കണ്ടേ. പടം എടുക്കാൻ കാശുണ്ടോ അവിടെയെങ്കിലും നമ്മൾ പോകണ്ടേ. പിന്നെ എൻ്റെ ഒരു വളരെ എന്താണ് നമ്മളുമായിട്ട് വളരെ സ്നേഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തും പോകുന്ന നല്ലൊരു പാർട്ട്ണറേയും കൂടെയാണ് നമുക്ക് കിട്ടിയത്. അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ അതൊക്കെ ഒരു വലിയ കാര്യമാണ്, മനസ്സിലാക്കുന്നവരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് കുറേ ആ പ്രൊഡക്ഷൻ അല്ലെങ്കിലും പണ്ടേ ഞാനത് ആ ഭാഗത്ത് നോക്കാറില്ല. കോഴി കൂന്ന നൂറ്റാണ്ടിന് ശേഷം പിന്നെ ചെയ്തില്ലല്ലോ? ഇല്ല ചെയ്തിട്ടില്ല. എഴുത്തും ധൈര്യമില്ല. ധൈര്യത്തിൻ്റെ അല്ല രജനീഷ്, അത് വേറൊരു കാര്യം തന്നെയല്ലേ അത്. എനിക്കതിനുള്ള സാവകാശമൊന്നും ഉണ്ടായിട്ടില്ല. ഉത്സവമേളം ശ്രദ്ധിക്കപ്പെട്ടു. പിടക്കോഴിയും സ്ക്രിപ്റ്റ് വൈസ് നല്ല പടമായിരുന്നു, നമ്മളന്ന് ആസ്വദിച്ചതാ. പക്ഷെ ചേച്ചി പിന്നെ എഴുതുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എഴുതിയിട്ടില്ല. കുറച്ച് പേർക്ക് മാത്രം കാണാവുന്നതോ അങ്ങനെയുള്ളൊരു സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ എടുക്കുമ്പോഴായാലും നമ്മൾ കഥകളൊക്കെ അങ്ങനെയുള്ള കഥകൾ വായിക്കാൻ വലിയ ഇഷ്ടമാണ് നമുക്ക്. ഇങ്ങനത്തെ കഥ വായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കിരുന്ന് വായിച്ചാൽ മതിയല്ലോ, വേറെ ആർക്കും പ്രയാസമില്ലല്ലോ. ഇതൊരു വലിയ ജനത ഇരുന്ന് കാണുമ്പം അവർക്കൂടെ സ്വീകാര്യമായിട്ടുള്ളൊരു സംഗതി പറയണം. അതാണ് എവിടേക്ക് വേണമെങ്കിലുമൊക്കെ കണ്ണ് നനയ്ക്കാമെന്നല്ലാതെ ഒരു ഫുൾ ടൈം ഡാർക്കോ ഒരു ഫുൾ ടൈം അങ്ങപ്പോൾ ഇങ്ങനെ തമാശ കുത്തി മറിയുന്നത് രണ്ടും എൻ്റെ മനസ്സിലില്ല. പക്ഷെ തമാശ വേണം, അതിനകത്ത് നാച്ചുറൽ കോമഡി വേണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് മനസ്സിൽ പ്രധാനമായിട്ട്. ഇപ്പം എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത സിനിമ ആണ് പഞ്ചവടിപ്പാലം. ഞാൻ കണ്ടതിൽ ഇതിനേക്കാൾ വലിയൊരു സറ്റയർ ഇനി വരാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ഒരു സമകാലീന പ്രശ്നത്തെ സറ്റയറായിട്ട് ഇത്രയും മനോഹരമായിട്ട് എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയ പാടായിരിക്കും. ഇന്നും പ്രസക്തമാണ് ആ പാലം, ഇനി എക്കാലവും പ്രസക്തമായിരിക്കും. അതുപോലെ ചേച്ചിക്ക് കോമഡി ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട് ചിരിപ്പിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോഴും കോമഡി ചെയ്യാൻ തന്നെയാണോ? അത് തന്നെയാണ് ഇഷ്ടം കൂടുതലും. പക്ഷേ കോമഡി എന്നുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു പരസ്പര ബന്ധമില്ലാതെ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. കുറച്ച് ഹ്യൂമറസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് വന്നാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇറിറ്റേറ്റഡ് ആവും. കാരണം ചിലപ്പോൾ നമ്മൾ ഈ സിനിമ അങ്ങനെ ചില കോമഡി ബേസ്ഡ് സിനിമയിൽ ഫൈറ്റൊക്കെ എടുക്കുമ്പം ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ ഇവിടെ നിർത്തിയിട്ട് ലാസ്റ്റ് എല്ലാം ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ കോമഡിയായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം നിർത്തും. ഞാൻ പറഞ്ഞ കോമഡിയായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യുന്നതിനാണോ കോമഡി എന്ന് പറയുന്നതിന്? അത് കോമഡി ആവത്തില്ല. ഇന്നതുപോലെ ചെയ്താൽ കോമഡി ആവുന്ന അത്രയും പോലും ഒരു ഹോംവർക്ക് ചെയ്യാതെ നിങ്ങളിവിടെ വന്ന് എന്തെങ്കിലും കോമഡി ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയത്? സിനിമയ്ക്ക് പുറത്ത് നിരന്തരമായി കോമഡി പറയുന്ന ചേച്ചിയുടെ കുടുംബത്തിൽ സിനിമയ്ക്ക് പുറത്ത് നിന്നിട്ട് ഈ ഇങ്ങനെ ആവർത്തിച്ച് കോമഡി പറയുന്ന ആൾ പറഞ്ഞൊരു കോമഡി ഞാൻ കാണിക്കാം. ഭയങ്കര രസമാണ് കേട്ടോ അത്. തമിഴ് പടങ്ങളിൽ ഒരു നൈറ്റി എടുത്തുകൊണ്ട് ഞാൻ ഇതിനൊന്നും കൂടെ കയറൂല. അതായത് അത് കഥ എന്താ? ആരോ കൊച്ചിനെ അതായത് അതിന് ചേച്ചി പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആരോ കൊച്ചിനെ കഴിഞ്ഞ ജന്മത്തിൽ വഴുതനെങ്കിൽ വിഷം വെച്ച് കൊന്നു. സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ കോമഡി പറഞ്ഞുകൊണ്ട്. ശരിക്കും വഴുതനങ്ങ ഇഷ്ടമാണ് അല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നമ്മൾ ചെന്ന് ഇറങ്ങിയപ്പോഴേ തന്നെ പല വിഭവങ്ങളും പലതും നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പുളി കുറച്ച് കൂടുതൽ കൂട്ടുന്നവരാണ്. പിന്നെ നമ്മളെപ്പോലെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ നിറയെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്നവരല്ല.
അപ്പോൾ അത് കഴിക്കേണ്ടാത്ത ആവശ്യം ഇപ്പോൾ ഒരു കുടുംബത്തിൽ 5-8 മക്കളും ആൾക്കാരും ഒക്കെ ഉള്ളപ്പോഴും അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെ വെച്ച് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. ഒരു ഇറച്ചിക്കറി എല്ലാവർക്കും കുറേ കഷ്ണവും ചാറും ഒന്നും വെച്ച് കൊടുക്കാൻ നിവർത്തിയില്ല. ഇപ്പം മീൻകറി വയ്ക്കുകയാണെങ്കിൽ മീൻ മാക്സിമം നല്ല പുളിയും എരിവും ഒക്കെ ഇട്ടങ്ങ് വയ്ക്കുക. വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ചൊഴിച്ചാൽ മതി. ചോറും മുഴുവൻ ഇട്ട് കുഴച്ചാൽ നല്ല കറിയുടെ കണ്ടൻറ്റ് മുഴുവൻ അതിനകത്ത് കാണും. എന്നിട്ട് ഒരു കഷ്ണം വെച്ചാൽ മതി. അതവരുടെ ഒരു ഒറ്റ കറിയേ കാണുള്ളൂ. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ അച്ഛൻ്റെ കൂട്ടുകാരൻ ഒരു പ്രൊഡ്യൂസറാണ്, തമിഴാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് അർജുന. അപ്പോൾ ഞങ്ങൾ അർജുൻ മാമ എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 4-5 മക്കളും ഉണ്ട്. അന്ന് നമ്മൾ കാണുന്ന കുടുംബക്കാർക്കൊക്കെ അവിടെ 7-8 മക്കളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊരു വീട് മാറിയിട്ട് മറ്റേ വീട്ടിലേക്ക് പോകാൻ നോക്കിയപ്പം ഇവരെല്ലാം കൂടെ പറഞ്ഞു ഇപ്പോൾ പോകുന്ന മുഹൂർത്തം ശരിയല്ല. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് അങ്ങോട്ട് കയറുക, അപ്പം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം അവരുടെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഇവിടെ നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് കുളിച്ചൊക്കെ റെഡിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ സന്ധ്യയ്ക്ക് അവിടെ പോയി വിളക്ക് കത്തിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഉച്ചയ്ക്ക് അവിടെ കഴിച്ചു. അപ്പോൾ ഒരിക്കലും എൻ്റെ അച്ഛൻ ഞങ്ങളെ ആരെയും കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് പോയി ആഹാരം വാങ്ങിച്ചു തരത്തില്ല, കഴിക്കാൻ സമ്മതിക്കത്തുമില്ല. ഭയങ്കര പാടാണ്. കല്യാണ വീട്ടിൽ പോയാൽ കല്യാണത്തിന് ചോറുണ്ണാതെ എണീറ്റ് വരണം. ഇപ്പോഴും ആ ശീലം എനിക്കുണ്ട്. കല്യാണം കഴിയാൻ എല്ലാവരും വേണമെന്നില്ല, സമയമില്ല കേട്ടോ. അല്ലാതെ കല്യാണ സദ്യക്ക് കിടന്ന് ഇടിച്ച് മരിക്കരുത് എന്നിങ്ങനെ പറയും. ഹലോ, എല്ലാ കുറ്റിയും പറിച്ചോണ്ട് ഓരോരുത്തരും വരും. ഈ പ്രമോഷൻ നിന്നെന്താ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തോണ്ട് വന്നിരിക്കുന്നു? ഇവിടെ താമസിക്കുകയാണോ? ഞാനിപ്പോൾ വന്ന കാര്യമുള്ളൂ. ഹോട്ടൽ മാറിപ്പോയി. താജ് വിവാന്ത് വേറെയാ, ആലുവയിലുള്ളത്. അല്ല, ഇന്നലെ എനിക്കും ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് ക്ലിയർ ചെയ്തു എന്നിട്ട് എയർപോർട്ടിൽ വെച്ചാൽ. അതെ, അത് ഈ തമിഴിനാണോ? ഇല്ല, ഇവര് ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. അവാർഡ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഗസ്റ്റ് ആയിട്ട്. അപ്പോൾ മലയാളം തന്നെയായിരിക്കും. ഇപ്പം എന്തോ പറയുന്നു അവര്? ഒന്നുമില്ല, ഞാനിപ്പോൾ വന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഇവിടെയല്ല താജ് വിവാന്തയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തത് ഇവിടെയായിരുന്നു. പെട്ടെന്ന് കണ്ട് ഞാൻ ഹലോ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അത് കുഴപ്പമില്ല, സോറി. എന്താ തന്നെ കാണാതെ. MBBS എവിടം വരെ ആയി? എന്നിട്ട് കട്ടാ ഗുസ്തി ഗോൾഡാ 1 ലക്ഷം രൂപ പുറത്തായി. ഞാനതുകൊണ്ടല്ലേ 5-6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ബൗൺസേഴ്സിന്. നീ കണ്ടില്ലേ? കാരണം ഏത് സമയത്ത് നിന്നെ പോലെ MBBS പഠിച്ചിട്ട് അടിച്ചു മാറ്റുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. അപ്പം ഞാനിപ്പം വിത്ത് ബൗൺസേഴ്സാണ്. അടുത്തോട്ട് വന്ന് കഴുത്തിലോ കാതിലോ കൈ വെച്ച അപ്പോഴേ തന്നെ അറ്റാക്ക്. 2 റോഡ് വീലർ പട്ടിയുണ്ട്. അവർ ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ചേച്ചി ഈ മാല എന്താ എന്ന് പറഞ്ഞ് അത് വരും. അങ്ങനെ കോട്ടയത്ത് അവിടെ പോയിട്ട് അവിടെ വൈകുന്നേരം വരത്തില്ലേ? ഞാൻ 7 മണിയാകുമ്പോൾ വരും. ഇത് അവാർഡ് ഒരെണ്ണം കൊടുക്കാനുണ്ട്. അതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പോകും. രാവിലെ ട്രിവാൻഡ്രം ഫ്ലൈറ്റിലാ? ഞാനുണ്ട് വീണ്ടും കാണും. അവിടെ കാണാം. ഞാനോട് ചേട്ടനോട് കുഞ്ഞുണ്ട്. കണ്ടില്ലേ ചേട്ടനെ കുഞ്ഞിന്? അവിടെ ഉണ്ട് വെച്ചേ. സാറ് കുഴന്തേ പോയിട്ടങ്ങളാ? വെല്ലിപ്പുറത്താപ്പാ, വെല്ലിപ്പുറത്താ. ആശയെ പറ്റി പറയാം. ആശയെ പറ്റി പറയുന്നുണ്ട്. ആശയെപ്പറ്റി പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു മോളെ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടില്ല അതും കൂടെ പറയാം. ലോകത്തെ ഏറ്റവും സുന്ദരിയും സൽഗുണ സമ്പന്നയും സർവോപരി പരിഷ്കാരിയാണോ സർവോപരി പെരുങ്കള്ളിയുമായ എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്ന കരിങ്കള്ളി അല്ലടി, പെരുങ്കള്ളി. നാളെ കാണാം. നിനക്ക് 10-16 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് താജ് വിവാന്ത. അവിടെ പോയാന്നോ ഉണ്ണാൻ പോകുന്നേ? നോക്ക്. ആശയെ കുറിച്ചുകൂടെ സൂചിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ആശ ഇനിയിപ്പോൾ ഉടനെ ഇത് കഴിഞ്ഞാൽ, ജഗദമ്മയുടെ റിലീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആശയാണ് റിലീസ് എന്നുള്ള രീതിയിലാണ് എല്ലാം കഴിഞ്ഞു. അത് സിങ് സൗണ്ട് ആയതുകൊണ്ട് ഡബ്ബിങ് ചെറിയ ചെറിയ പാച്ച് ഡബ്ബിങ്ങുകളൊക്കെ ഉള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്ത ഏരിയ ഒക്കെ ഈ
എന്താ പറയുന്നത്, നെടുമ്പാശ്ശേരി അത്താണി ഏരിയയാണ് മെയിൻ ലൊക്കേഷൻ. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ വരവും പോക്കും ഒക്കെ ഈ സൗണ്ടിനെ ഒന്ന് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള പോർഷൻസൊക്കെ ഇത്തിരി മാച്ച് ഡബ് ചെയ്യണം. ഇപ്രാവശ്യം പോകുന്നതിന് മുമ്പ് അതുകൂടെ ഡബ് ചെയ്തിട്ട് പോവാം എന്ന് വിചാരിക്കുന്നു. നല്ല സിനിമയായിരിക്കും. ഇതുവരെ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലാത്ത റോളായിരിക്കും. ഞാനും ഐശ്വര്യലക്ഷ്മിയും കൂടെയാണ് അതിനകത്ത്. അപ്പം നല്ല കോമ്പിനേഷനാണ്. ശിവൻചേട്ടൻ കണ്ടപ്പോൾ പറഞ്ഞു ആശയം ഇതേപോലൊരു സാധനമാണ്. നമുക്കിപ്പോൾ അവാർഡിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം ജയ ബേബി ഉണ്ടായിരുന്നു, ഉള്ളൊഴുക്കുണ്ടായിരുന്നു. അപ്പോഴും നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് വന്നില്ല എന്ന് പറയുന്നൊരു സങ്കടം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. അതായത് നമ്മൾ ചില ഓസ്കാറൊക്കെ വരുമ്പോൾ ഇന്ന ആൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നത് പോലെ ഈ നാഷണൽ അവാർഡിൽ എന്തായാലും ഉർവശി ചേച്ചി ഉണ്ടാവും എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അത്രയും രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയേ പറ്റുമോ എന്നുള്ളതായിരുന്നു സ്റ്റാൻഡ്. നേരത്തെ 2 പ്രാവശ്യം സപ്പോർട്ടിംഗ് ആക്ട്രസിന് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ്. സ്റ്റേറ്റ് അവാർഡുകൾ തുടർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട്. 1989, 90, 91 ചേച്ചി ഇങ്ങനെ വാരി പോവുമായിരുന്നു. എന്നിട്ട് 6 എണ്ണം മലയാളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, 3 എണ്ണം തമിഴിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക്, അത്രയും പെർഫോമൻസ് ചെയ്ത ഒരാൾക്ക് കൂടെ നമ്മളിത് കണ്ടതാണ്, ആ പെർഫോമൻസൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ആണ് ജയ ബേബിയും ഉള്ളൊഴുക്കും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോഴും നമ്മൾ കരുതുകയാണ് ഇത് നാഷണൽ അവാർഡ് ഉർവശി ചേച്ചിക്ക്. നാഷണൽ അവാർഡ് കിട്ടിയല്ലോ എന്നല്ല, നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു അവാർഡ് പ്രതീക്ഷിച്ചാലും ഒരു സിനിമ ചെയ്യും. ഡാർക്ക് സിനിമ ചെയ്യാൻ വലിയ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ, ഞാൻ പറഞ്ഞില്ല, ഒരു കണ്ണ് നനയിച്ചൊക്കെ പോകുക എന്നല്ലാതെ ഫുൾ പടം, അങ്ങനത്തെ പടം എനിക്ക് പെർഫോം ചെയ്യാനും ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷേ ഈ പടത്തിൽ അത് തീർച്ചയായിട്ടും ബാധിക്കും. നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ മനസ്സിനെയൊക്കെ ബാധിക്കും. പക്ഷേ ആ പയ്യൻ, ആ ക്രിസ്റ്റോ എന്ന് പറഞ്ഞ ഡയറക്ടർ, അയാളുടെ കോൺഫിഡൻസാണ് ആ കഥ. അതിനുവേണ്ടി അയാളെടുത്ത എഫേർട്ട്, അതുകൊണ്ടുള്ളൊരു ആഗ്രഹമാണ്. അവനെ ഒരു പയ്യൻ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ വെച്ച് നീട്ടുകയും നമ്മളത് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ഒരു അംഗീകാരം അത് അങ്ങനെ കൊടുക്കണ്ട എന്ന് വളരെ നേരത്തെ തീരുമാനിച്ച് വെച്ച ഒരവസ്ഥ ഉണ്ടാവുകയാണ്. വളരെ നേരത്തെ. അത് നമ്മൾ അറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അങ്ങ് വളരെ പൊളൈറ്റായിട്ടിരുന്ന കുഴപ്പമൊന്നുമില്ല, കിട്ടിയതിൽ വളരെ എന്ന് പറയാൻ തോന്നാത്ത ഒരാളാണ് ഞാൻ. നമ്മുടെ മനസ്സിലിങ്ങനെ ഹിഡനായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാതെ നമ്മളങ്ങ് പറയും. കാരണം ഒരിക്കലും അവാർഡ് കിട്ടിയതിൽ കിടന്ന് ആഘോഷിക്കുമോ അങ്ങനൊന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഏത് അവാർഡായാലും എന്ന് പറഞ്ഞാൽ ആ അവാർഡ് കിട്ടിയതുകൊണ്ട് അതാണ് അഭിനയത്തിൻ്റെ അവസാന വാക്ക് ആ നടിയാണെന്നോ അല്ലെങ്കിൽ ഏതോ ഇതാണ് അവസാനം കിട്ടാവുന്ന വലിയ അവാർഡെന്നോ ഇല്ല. നമ്മളൊരു പരിധി നിർണ്ണയിക്കാനായി ഫാൽക്കെ അവാർഡ്, പിന്നെ ഇവിടെ ഡാനിയൽ അവാർഡ്, തമിഴ്നാട്ടിൽ വേറെ അവാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും വെച്ച് ഒരെണ്ണം നിർത്തണമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ആർക്കും ആരുടെയും കഴിവ് നിർണ്ണയിക്കാനായിട്ട് ഈ അവാർഡ് വെച്ച് അങ്ങനെ തീർക്കാൻ പറ്റില്ലല്ലോ. സ്പോർട്സിൽ തീർക്കായിരിക്കും, മറ്റുള്ള എല്ലാ മേഖലയിലും പറ്റുമായിരിക്കും. കലയ്ക്കത് പറ്റില്ല, സിനിമയ്ക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ചേച്ചിക്ക് അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ആഘോഷിച്ച സിനിമകൾ കൂടിയാണ്. ഇപ്പം സത്യനന്ദിക്കാട് സാറിൻ്റെ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നും തട്ടാം ഭാസ്കരനെയും അതിനകത്ത് ജയറാമേട്ടനൊരു കഥ പറയുന്നുണ്ടായിരുന്നു. അവസാനം ജയറാമേട്ടൻ ഉർവശി ചേച്ചി തല്ലണം, ആ തല്ലുന്ന സീന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇതിൽ തല്ലിയിട്ടില്ല, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവക്കൊരു തല്ല് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. കാരണം അവൾ ചെയ്തു വെച്ച പരിപാടി അതായിരുന്നല്ലോ. അപ്പോൾ ചേച്ചി അന്ന് ആ ഡിസ്കഷനിൽ ഏത് സ്റ്റാൻഡായിരുന്നു എടുത്തിരുന്നത്? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു പ്രശ്നം. അത് കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതേ സീൻ അതേപോലെ ഒരു പാറ്റേണിൽ സെയിം മുരളിച്ചേട്ടൻ വന്നിട്ട് വെങ്കലത്തിൽ പിണങ്ങിപ്പോയ എന്നെ വിളിക്കാൻ വീട്ടിൽ വരും. ഒരു പാടം കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരും. അങ്ങനെ ഞാൻ ജനിച്ച് ദിവസങ്ങളായ ചോരക്കുഞ്ഞിനെ എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പുറത്ത് വന്ന് നിലത്ത് കൊച്ചിനെ കിടത്തിയിട്ട് നേരെ കയറി അകത്ത് പോകും. അങ്ങനെ ഇയാൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്ത് വന്നിട്ട് ഒരൊറ്റ അടി അടിക്കും, അത്ര തന്നെ. പിന്നെ കാണുന്ന രണ്ടുപേരും കൂടെ തിരിച്ച് വരുന്നതായിട്ടാണ്. അപ്പോൾ ഇത്രയും മതി. അയാളെപ്പോലെ ഒരു റഫ് ക്യാരക്ടറിന്
അത് മതി, അയാളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അങ്ങനെ അറിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അതൊരു ക്ലീശേ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. പക്ഷെ സത്യം അത് എന്താണെന്നറിയാവോ, ഇതിന് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ കുറവാണ്. ആ തട്ടാനെന്ന് പറഞ്ഞാൽ അയാളും പെരുങ്കള്ളനാണ് വേറൊരർത്ഥത്തിൽ. ഇതിപ്പോൾ എങ്ങനെ നമുക്ക് പണി ചെന്നാൽ എന്ത് ചെയ്യും? ഈ പൈസയും വാങ്ങിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളും കള്ളത്തരവാ കാണിച്ച് 10 പവൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ മുക്കുകൊണ്ട് ഒരു പവനും കൊണ്ടകാനും മുക്കിയിട്ട് ഇങ്ങ് കൊടുത്തു. ഈ മാല കഴിച്ചിട്ടപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ എന്ന് പറയും അവിടെ നിന്ന്. അപ്പോൾ ഇതാണ് ഫാമിലി എന്നുള്ളത് അറിയാം ഇവർക്ക്. അപ്പോൾ ഗൾഫിൽ നിന്നൊരു പയ്യൻ വരുന്നു, ഒന്ന് നാട്ടുംപുറം, വെറും കൊട്ടക്കുന്നുംപുറം, അവിടുന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവം. അവളതാണ്, അവളത് വീണു. ഫസ്റ്റ് മലയാള സിനിമയുടെ തേപ്പുകാരി. ആ വാക്കൊന്നും ഒന്നും പറയാനേ പാടില്ല. അയ്യോ, അങ്ങനെ ഒന്നും പറയാനേ പാടില്ല. നമ്മളിതൊക്കെ ഭീകര തെറിയാണെന്ന് വിചാരിച്ചിരുന്ന വാക്കൊക്കെ ഇതിപ്പോൾ തമാശ വാക്കുകളായി. എന്തെല്ലാം വാക്കുകൾ അങ്ങനെ ആയി. ആരും അപ്പം അത് അങ്ങനെയുള്ള കിട്ടിയിട്ടുള്ള റൂൾസൊക്കെ എന്തോന്നോ ഒരു ഭാഗ്യം കൊണ്ടാണ് കല്യാണ മന്ത്രമാണ് വരുന്നത്. കേരളക്കരയ്ക്ക് കേരളത്തിലാട്ടിയ ഫിറ വെളിച്ചെണ്ണ. ലോകം ആസ്വദിക്കുന്ന കേരളത്തിന്റെ നന്മ.